ഭാവി വധുവിനെ കുറിച്ചുള്ള അഭിപ്രായം പറ. വീട്ടിലെ ജോലിയെല്ലാം ചെയ്യണം. വീട്ടുജോലി ചെയ്യണം. ഒരു വീട്ടുജോലിക്കാരിയായിട്ട് വരണം കല്യാണം കഴിക്കുന്ന പെണ്ണ്. എൻ്റെ അമ്മയുടെയും എൻ്റെ പെങ്ങളുടെ കാര്യം നോക്കണം. അതാണ് ആഗ്രഹം. ബട്ട് ഗുഡ് ഡിസിഷൻ. ഒരു പെങ്കൊച്ച് ജനിച്ചു വളർന്ന കാലം പോലെ അവൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്. അവൾ ജോലി ചെയ്യാൻ വേണ്ടി ജനിച്ചവളാണ്. അവൾ വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറേണ്ടവളാണ്. വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറും. അവിടെ പറയുന്നത് എന്തുവാ, നീ ഇന്നലെ വന്നേ നിനക്കൊന്നും അറിയത്തില്ലെന്ന്. അവർക്ക് അവിടെ എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ടൊരു പെങ്കൊച്ചിനെ വെറുതെ തളച്ചിടാൻ നോക്കല്ലേ. പിന്നെ നിങ്ങൾ ഈ ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പ്രഥമകളൊന്നുമല്ല. അവർക്കും വിഷമങ്ങളും വികാരങ്ങളും ഒക്കെ ഉള്ള ജീവികൾ തന്നെ. അവരും ജനിക്കുന്ന കാലം പോലെ കേൾക്കുന്നൊരു കാര്യമുണ്ട്. കരയാൻ പാടില്ല. വീട്ടിലെ കുടുംബകാര്യം മൊത്തം അവർ തന്നെ ചെയ്യണം. പിള്ളേരെ നോക്കണം. കല്യാണം കഴിച്ച ഭാര്യയുടെ കാര്യം, അച്ഛൻ്റെ കാര്യം, അമ്മയുടെ കാര്യം, വീട്ടു ചെലവ്, കുടുംബഭാരം എല്ലാം കൂടെ എടുത്ത് തലയ്ക്കോട്ട് അങ്ങ് വെച്ച് കൊടുക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പഠിക്കാത്തതെന്നുള്ള ഡിപ്രഷൻ. പഠിച്ച് മുമ്പോട്ട് വരുമ്പോൾ എന്താ ജോലി കിട്ടാത്തതെന്നുള്ള ഡിപ്രഷൻ. ജോലി കിട്ടി കല്യാണമായില്ലെങ്കിൽ കല്യാണം ആവാത്തതിൻ്റെ ഡിപ്രഷൻ. ഈ ഡിപ്രഷനിൽ അവിടെ കയറി പെരുകി തലയിലോട്ട് എടുക്കും. തലയുടെ മുടി പൊഴിഞ്ഞു. മുടി പൊഴിയുമ്പോൾ ആ മുടി പൊഴിഞ്ഞതിൻ്റെ ഡിപ്രഷൻ. 29 വയസ്സെന്നുള്ളത് 30 വയസ്സായ കല്യാണ മാർക്കറ്റിൽ അവൻ്റെ വില ഇടിയെന്നുള്ള ഡിപ്രഷൻ. വല്ല നാട്ടിലും പോയി പണിയെടുത്ത് മുഖത്തൊരു ടാൻ അടിച്ച് അത് ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാനുള്ള സമയം അവന് കിട്ടാറില്ല. മനസ്സിലായോ? അപ്പം മോളെ പൈസയെ മാത്രം സ്നേഹിക്കരുത്, മനസ്സുകൂടെ സ്നേഹിക്കുക കേട്ടോ.